അപ്പോൾ ഇന്ന് ഐഷൻ്റെ ഓഫീസ് കാണാൻ പോയാലോ? സംഭവം എനിക്കിന്ന് വർക്കില്ലെന്ന് ഇന്നലെ അറിഞ്ഞപ്പോൾ തൊട്ട് ഐഷ പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിലോട്ട് വാ, എന്നെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ എടുക്ക്, എന്നിട്ട് പറ എനിക്കൊരു ലോയൽ ഫ്രണ്ട് ഉണ്ടെന്ന്. ഇത്രയ്ക്ക് സീനൊന്നും വേണ്ട. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ജോലിയില്ലേ, ഞാൻ വരൂല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പോയാലോ എന്ന്. സംഭവം പുള്ളിക്കാരി എനിക്ക് ഇപ്പോഴും എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇതുവരെ സീൻ ചെയ്തിട്ടില്ല. നോക്കാം, പോയി നോക്കാം. സർപ്രൈസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ട് ആ ഓഫീസിൽ. എനിക്ക് ആ സ്ഥലം അറിയാതെ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ പോകാൻ പോകുന്നത്. അന്ന് ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലല്ല ഞാൻ പോയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്നൊന്ന് പോയി നോക്കാമെന്ന്. എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ഐഷ സർപ്രൈസ് ആവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പോകാം, വരൂ. ഒരാളെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് വെറും കൈയായിട്ട് പോകുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ ഗിഫ്റ്റായിട്ടാണ് പോകുന്നത്. അങ്ങനെ വഴി തെറ്റുമോ എന്നുള്ള വലിയൊരു കൺഫ്യൂഷനിലൊടുവിൽ ഞാനവിടെ എത്തി. ഇതാണ് ഐഷിൻ്റെ ഓഫീസ്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുഡാണല്ലോ. അപ്പോൾ ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ടെന്ന് ഐഷ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഐഷ എനിക്ക് കോഫിയും പാസ്തയും പിസയൊക്കെ മേടിച്ചു തന്നു. വരുന്ന വഴി നടന്ന കഥകൾ ഞാൻ അങ്ങോട്ടും, ഓഫീസിൽ ഇതുവരെ നടന്ന കഥകൾ ഐഷ ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഐഷ തിരിച്ച് ഓഫീസിലേക്ക്, ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി. പിന്നെ നിങ്ങൾ രണ്ടാളും ഒരു ഹോസ്റ്റലിലല്ലേ, എന്നും കാണുന്നതല്ലേ, ഇതിലെന്താ സർപ്രൈസ് ആവാനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കൊക്കെ ചെയ്ത് പണ്ടാരടങ്ങിയിരിക്കുമ്പോഴത്തേക്കും നമ്മളെ കാണാൻ വേണ്ടി മാത്രം ഒരാൾ വരുമ്പോഴത്തേക്കും നമുക്കത് സന്തോഷമാവില്ലേ. പിന്നെ ഐഷ സർപ്രൈസ് ആവില്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഹാപ്പി ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐഷ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. ഐഷ കമൻറ്റ് ബോക്സിൽ അത് പറ, ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. ഇതെൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്ന കമൻറ്റാണ്. ഇതാരാ ഇട്ടേന്നൊന്നും എനിക്കറിയില്ല. ആരായാലും ഒത്തിരി ഒത്തിരി സ്നേഹം. ഇത് ഏത് വീഡിയോയിൽ കാണിക്കുമെന്നൊക്കെ ഞാൻ അത്യാവശ്യം കൺഫ്യൂഷൻ അടിച്ചു. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, എന്തായാലും വീഡിയോ കാണിക്കണം. പണ്ട് ഞാനും ഇതുപോലെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ഞാനൊരു വലിയ യൂട്യൂബർ അല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ യൂട്യൂബ് തുടങ്ങിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.